ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ ചില്ലി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം. എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ബോൺലെസ് ചിക്കനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതായിരിക്കും നന്നാവുക. അപ്പോൾ ഞാനിവിടെ എടുത്തത് മിക്സഡ് ആയിട്ടുള്ള ചിക്കനാട്ടോ, എല്ലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയാണ്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോസിൻ്റെ മിക്സ് തയ്യാറാക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്, നോർമൽ വാട്ടർ കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അത് കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. നമുക്കിത് ഒരു ഭാഗം ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 2 ഭാഗം ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വൈറ്റ് ഒനിയൻ ഇട്ട് കൊടുക്കാം, കുറച്ച് ഗാർലിക്ക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക്, അതുപോലെ 1 ഓണിയൻ,
ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം അധികം വഴന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു കളർ കിട്ടുന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മധുരം എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് സോഫ്റ്റായി വരണം. അതിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കണം. ആ ഒരു ടൈം ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഗ്രേവിയിൽ. ഇതിൻ്റെ മേലെ നമുക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതുപോലെ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചില്ലിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.